കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കണം. അവിടെയാണ് ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും പ്രസക്തി. യോഗം ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനമില്ലെങ്കിലോ യോഗം ചെയ്യാനും സാധിക്കുകയില്ല. എന്താണ് ജ്ഞാനം, എന്താണ് യോഗം എന്ന് സന്ദർഭമനുസരിച്ച് ഞാൻ വിശദീകരിക്കാം. എന്തായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ധർമ്മത്തിൽ ഉറച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ധൃതിക്കൊരു തീരുമാനമെടുക്കുമ്പോൾ ദുരഭിമാനമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിലോ, ഞാൻ ജയിക്കണം, ഞാൻ ചെറുതാകാൻ പാടില്ല, എനിക്കെല്ലാം പിടിച്ചെടുക്കണം എന്നിങ്ങനെയുള്ള ദുരഭിമാനത്തോടു കൂടിയാണ് ധൃതിയിൽ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതെങ്കിൽ തീർച്ചയായും നാശം സുനിശ്ചിതം. ഞാൻ ജയശ്രീ ശ്യാംലൻ, അധ്യാപികയും ഒരു എഴുത്തുകാരിയുമാണ്. ഹസ്തിനപുരത്തെ ജയന്തങ്കണത്തിൽ ശകുനിയും പാണ്ഡവരും തമ്മിലുള്ള ചൂതുകളി പുരോഗമിക്കുകയാണ്. കൗശലക്കാരനായ ശകുനിയുടെ പകിടയ്ക്ക് മുമ്പിൽ യുധിഷ്ഠിരന്റെ പകിട തോറ്റുകൊണ്ടേയിരുന്നു. പണയവസ്തുക്കളായി സമ്പത്തും അമൂല്യ രത്നങ്ങളും ആനകളും കുതിരകളും എല്ലാം പണയം വെച്ചു. എന്തിന്? സ്വന്തം സഹോദരങ്ങളെ, നകുല സഹദേവന്മാരെ, ഭീമനെ, അർജുനനെ എല്ലാം പണയം വെച്ചു. എല്ലാവരും, സഹോദരങ്ങളെല്ലാം യുധിഷ്ഠിരനോട് കളി നിർത്തൂ, മതിയാക്കൂ എന്ന് ആംഗ്യഭാഷ, ബോഡി ലാംഗ്വേജ് കൊടുക്കുന്നുണ്ടെങ്കിലും തലയ്ക്ക് കളിയുടെ ലഹരി പിടിച്ച യുധിഷ്ഠിരൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം കളിച്ചുകൊണ്ടേയിരുന്നു. ഇനി ആരെ പണയം വെക്കും? ഇനി എന്ത് പണയം വെക്കും? യുധിഷ്ഠിരൻ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ശകുനി പറഞ്ഞു, പാഞ്ചാലി അടുത്ത പണയവസ്തു. എല്ലാവരും ഞെട്ടി. പാഞ്ചാലിയോ? എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് തന്നെ കളത്തിൽ ശകുനിയുടെ പകിട വീണു. ഇക്കുറിയും ശകുനിയുടെ പകിടയ്ക്ക് മുമ്പിൽ യുധിഷ്ഠിരന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കൊണ്ടുവരൂ പാഞ്ചാലിയെ, ദുര്യോധനൻ ആജ്ഞാപിച്ചു. ദുര്യോധനന്റെ ഏതാജ്ഞയും ശിരസാ വഹിച്ചുകൊണ്ട് അതനുസരിക്കുക എന്നല്ലാതെ അതിൽ ധർമ്മമുണ്ടോ, ന്യായമുണ്ടോ, നീതിയുണ്ടോ ഇതൊന്നും ചിന്തിക്കുന്ന ആളായിരുന്നില്ല ദുശാസനൻ. ചേട്ടൻ പറഞ്ഞു. ദുശാസനൻ നേരെ പാഞ്ചാലിയെ വിളിക്കാനായിട്ട് പോയി. വരാൻ നിഷേധിച്ച പാഞ്ചാലിയുടെ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ആ ജയന്തങ്കണത്തിലേക്ക് ദുശാസനൻ പാഞ്ചാലിയെ കൊണ്ടുവന്നു. അവൾ എല്ലാവരുടെയും കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എന്നെ ഇതിൽ നിന്നും മോചിപ്പിക്കൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഭീഷ്മരാകട്ടെ, ധൃതരാഷ്ട്രാകട്ടെ, ദ്രോണാചാര്യരാകട്ടെ ആരും അവളുടെ കരച്ചിൽ കേട്ടില്ല. എന്തിന്? സ്വന്തം ഭർത്താക്കന്മാർ പോലും നിസ്സംഗരായി ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ദുശാസനൻ താണ്ഡവമാടി. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിഞ്ഞു. ദുശാസനൻ പാഞ്ചാലിയുടെ സാരി വലിച്ചുകൊണ്ടേയിരുന്നു. എവിടെയും തന്റെ അപേക്ഷ മാനിക്കപ്പെടില്ലെന്ന് ബോധ്യയായ പാഞ്ചാലി, എന്നെ ഈ അപമാനത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ ഇല്ലാതിരുന്ന കൃഷ്ണനെ വിളിച്ചവൾ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. സാരിയുടെ നീളം കൂടുന്നതല്ലാതെ അവളെ വിവസ്ത്രയാക്കാൻ ദുശാസന് കഴിഞ്ഞില്ല. ഇത് കണ്ടു നിൽക്കാൻ ഭീമന് സാധിച്ചില്ല. അദ്ദേഹം ആ അങ്കണം വിട്ട് പുറത്തിറങ്ങി. പക്ഷേ ആ മനസ്സിൽ ഒരു കാര്യം കുറിച്ചിട്ടു, കൗരവർ ഒന്നടങ്കം ഇവന്മാരുടെ വധം, ഇവന്മാരുടെ അവസാനം എന്റെ കൈകൊണ്ട്. അർജുനൻ ശ്രദ്ധിച്ചത് കർണന്റെ പരിഹാസച്ചിരിയായിരുന്നു. കർണൻ അങ്ങ് പരിസരം മറന്ന് ഈ രംഗം ആസ്വദിക്കുന്നത് കണ്ട് കോപിഷ്ഠനായി. കാരണം കർണന് പാഞ്ചാലിയോട് ഒരു പകയുണ്ട്. അന്ന് സ്വയംവരം നിഷേധിച്ചപ്പോൾ തുടങ്ങിയ പകയാണ്. അർജുനനും മനസ്സിൽ കുറിച്ചിട്ട്, കർണ, നിന്റെ അവസാനം എന്റെ കൈകൊണ്ടെന്ന്. എന്തായാലും കാണികളുടെ ഇടയിൽ പല അവസരങ്ങളും ഉണ്ടായി. ധൃതരാഷ്ട്ര ഉത്തരവിട്ടു, നിർത്തൂ. കാരണം രാജാവായ ധൃതരാഷ്ട്രർ ഇനിയും ഇതിനെ പ്രോത്സാഹിപ്പിച്ചാൽ കാര്യം വഷളാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദുശാസനൻ വസ്ത്രാക്ഷേപം ഉപേക്ഷിച്ചു. പശ്ചാത്താപമായി ധൃതരാഷ്ട്രർ പാഞ്ചാലിയോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ബുദ്ധിമതിയായ പാഞ്ചാലി പറഞ്ഞു, എന്റെ ഭർത്താവിനെ എല്ലാ കടക്കെണിയിൽ നിന്നും മോചിപ്പിക്കണം. ശരി. ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ എല്ലാ കടക്കണിയിൽ നിന്നും മോചിപ്പിച്ചു. അവർ മടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. പക്ഷെ ദുര്യോധനന് ഉറക്കവും ഇല്ല, ഊണുമില്ല. എങ്ങനെയും ഇവരെ നശിപ്പിക്കണം, ഇവരെ ഇല്ലാതാക്കണം, ആ ചിന്ത മാത്രമായിരുന്നു ആ മനസ്സിൽ. ശകുനിയുമായിട്ട് ആലോചിച്ചു. അവർക്ക് വേറൊരു സൊല്യൂഷൻ ഇല്ല. ആകെ ഒരൊറ്റ പ്രശ്നം
ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നത് ചൂതുകളി. രംഗം ആവർത്തിക്കുകയാണ്. വിതുരർ പോകുന്നു, ചൂതുകളി മത്സരത്തിനായി ക്ഷണിക്കുന്നു. യുധിഷ്ഠിരനും പാണ്ഡവന്മാരും ഹസ്തിനപുരത്തേക്ക് വരുന്നു. ഒളിഞ്ഞല്ല, തെളിഞ്ഞു തന്നെ ഈ ചതി മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് യുധിഷ്ഠിരൻ ഇതിനെ നിഷേധിച്ചില്ല? എന്തുകൊണ്ട് പാണ്ഡവർ ജ്യേഷ്ഠൻ പറഞ്ഞതിന് കൂട്ടുനിന്നു? ഇപ്രാവശ്യത്തെ അവരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ 12 വർഷം വനവാസവും 1 വർഷം ഒളി ജീവിതവും, അതായത് ആരും കാണാതെ എവിടെങ്കിലും ഒളിച്ചുപോയി താമസിക്കണം. ഇതിനിടയിൽ ഇവർ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം വനവാസം. കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ യുധിഷ്ഠിരനും പാണ്ഡവരും കളിക്ക് തയ്യാറായി. പ്രതീക്ഷിച്ച പോലെ തന്നെ ദയനീയമായി പരാജയപ്പെട്ടു. പാണ്ഡവർ ഒന്നടങ്കം കുന്തിയുമായി വനവാസത്തിന് പോകുന്നു. 12 വർഷം വനവാസവും 1 വർഷം ഒളിജീവിതവും കഴിഞ്ഞ് എല്ലാം വിജയകരമായി കഴിഞ്ഞ് അവർ മടങ്ങി വരുന്നു. ഈ കാലയളവിലാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ദുര്യോധനായാലും കൗരവരായാലും എല്ലാവരോടുമുള്ള പകയും വൈരാഗ്യവും ആളിപ്പടർന്നതും അവരോട് എങ്ങനെയും പകരം വീട്ടണം എന്നുള്ളൊരു മനസ്സിനെ പാകപ്പെടുത്തിയതും എല്ലാവിധ ആയുധകലകൾ അഭ്യസിച്ചതും ആത്മവിശ്വാസവും എല്ലാം ഉണർത്തിയെടുത്തതും ഈ നീണ്ട കാലയളവിലായിരുന്നു. ഒളിജീവിതവും കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ചരിത്രപ്രധാനമായ പല പല സംഭവങ്ങളും ഉണ്ടായി. മടങ്ങി വന്ന് ഹസ്തിനപുരത്ത് വന്ന് അവരുടെ രാജ്യം ചോദിച്ചപ്പോൾ ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരവും എല്ലാം അടക്കി വാണിരുന്ന ദുര്യോധനൻ അഹങ്കാരത്തോടുകൂടി തന്നെ പറഞ്ഞു, രാജ്യം പോയിട്ട് ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾ നിങ്ങൾക്ക് തരില്ലെന്ന്. പലരും സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചെങ്കിലും ദുരഭിമാനിയും അഹങ്കാരവും കൊണ്ട് ബുദ്ധി മറഞ്ഞിരുന്ന ദുര്യോധനൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഇവിടെയാണ് അധർമ്മത്തിനെതിരെ ധർമ്മം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. കൃഷ്ണന്റെ പൂർണ്ണ പിന്തുണയോടെ കുരുക്ഷേത്ര യുദ്ധത്തിന് തുടക്കമായി. സംഭവാമി യുഗേ യുഗേ. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം, നന്ദി. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം.